അവിടെ നിന്ന് എണീക്കേട്ടാ, ഞാനിവിടെ അടിക്കണ കണ്ടൂടെ? അവിടെ തന്നെ ഇരിക്കാനല്ല പറഞ്ഞത്, അവിടെ നിന്നിട്ട് മാറ്, എന്നാലും എനിക്ക് കസേര മാറ്റി അടിക്കാൻ പറ്റുള്ളൂ. അടിച്ചോടി, അടിച്ചു വന്നാ കണ്ട ചേട്ടിപ്പൊ വെള്ളം കുടിച്ച് വെച്ച ഗ്ലാസ്സല്ലേ, ചായ കുടിച്ച ഗ്ലാസ്, അതൊന്നും അങ്ങനെ എടുത്തു വെക്കാൻ പാടില്ലേ? എരി എല്ലാ ദിവസം പണിക്കാണല്ലോ, ഒരു ഞായറാഴ്ച ദിവസം കിട്ടണ അനങ്ങാണ്ട് ഇരിക്കട്ടെ ഒന്ന്. ഇതൊക്കെ എന്റെ കൈ വന്നം, എന്നെ പണിയെടുത്ത് നിങ്ങൾ കൊല്ലും. ഇതിന്റെ ഇടയിൽ നിന്ന് നിങ്ങൾ ചത്തു പോയാ മതി. അമ്പരാനാണെങ്കിൽ ആ വിളിക്കണില്ല. അതിന് നിന്നെയൊക്കെ ദൈവം അങ്ങനെ വിളിക്കോടി? പുള്ളിക്ക് അവിടെ ഒരു സമാനം നീ കൊടുക്കോ? ഇവിടെ തന്നെ എനിക്ക് സമാനം തന്നില്ല. പിന്നെ നീ പുള്ളിക്കാരനറിയാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നീ ഇതിലും വലിയ സമാനക്കാരായിരിക്കുള്ളൂ, അതുകൊണ്ട് നിന്നെ വിളിക്കൂല. അതിന് നല്ല മനസ്സുള്ളവരൊക്കെ വേഗം വിളിക്കൂലടി. എന്നിട്ടെന്താ നിങ്ങൾ വിളിക്കാത്തത്? എന്നെ വിളിക്കാത്ത കുറച്ചുകൂടി നന്മ ചെയ്യാനുണ്ട്, എന്നിട്ട് വേണം വിളിക്കുള്ളൂ. നിങ്ങളല്ലേ നല്ല ചെയ്യാനല്ലേ? നിങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് ചാവൂല, മാരകിച്ചിട്ടേ ചാവുള്ളൂ. ചെയ്ത പാവങ്ങളൊക്കെ ഈ ഭൂമി തന്നെ എടുത്തിട്ട് പോകുള്ളൂ. എന്ത് ദ്രോഹമാണ് നിനക്ക് ഞാൻ ചെയ്ത്? എനിക്കിതൊന്നും പാപമല്ലേ? ഇതൊക്കെ ദ്രോഹമാണ്. കൊള്ള കൈകാലൊക്കെ തളർന്നു, ഒന്നും ചെയ്യാൻ പറ്റണില്ല. നീ വെറുതെ ആവശ്യമില്ലാണ്ട് ഉള്ള പണിയെടുക്കുന്ന കാര്യം. കാലത്ത് അടിക്കും വൈകുന്നേരം അടിക്കും, എന്തിനാണത്? വീടായാലും കാലത്തും തുടക്കും വൈകുന്നേരം തുടക്കും. അലക്കാനുള്ളത് ദിവസം ദിവസം അലക്കും. നിനക്കൊരു 2 ദിവസം അലക്കായി പോരെ? എന്നിട്ട് അവള് തന്നെ പറയാൻ പാടില്ലെന്ന് പറയും. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടാ? അതിങ്ങനെ കിടക്കുമ്പോ വൃത്തികേടല്ലേ, കാണുമ്പോ അടിച്ചു പോവും. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ മക്കളൊക്കെ കല്യാണം കഴിച്ച് അവരങ്ങോട്ട് പോകും വലുതാകുമ്പോ. വയസ്സാം കാലത്ത് നമ്മ മാത്രം ഉണ്ടാവുള്ളൂ. ഒരു കട്ടൻ ചായ ഇട്ട് തരാനുള്ള ആരോഗ്യം വെച്ചേക്കണ ശരീരത്തിൽ കേട്ടാ. അതൊക്കെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ പോയിട്ടേ ഞാൻ പോകുള്ളൂ. അത് കൊള്ളാം. നീ എന്താടി ആദ്യം എന്നെ കൊല്ലിക്കാൻ നോക്കണം? എന്റെ ഉള്ളിൽ പോളോട്ടെ. ഞാൻ പറഞ്ഞതേ നിങ്ങൾക്ക് മനസ്സിലാവാണ്ടാണ്. ഒന്ന് ചിന്തിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ തലക്കകത്തൊന്നുമില്ല, അതാണ്. ശരി, എൻ്റെ അപ്പനും അമ്മയും കൂടി ഉണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് അവരെപ്പോഴും വഴക്ക് കൂടും, എപ്പോഴും തല്ലുപിടിക്കും. ഭയങ്കരമായി തല്ലുപിടുത്തമായിരിക്കുള്ളൂ. ഞാനൊക്കെ പേടിച്ചു പോയിട്ടുണ്ട്, ഇവരെന്താണ് ഇങ്ങനെ തല്ലുപിടിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അപ്പനും അമ്മ ഇരുന്ന് തമാശ പറഞ്ഞ് വർത്തമാനം പറയണം. അത്രയേ ഉള്ളൂ അവരുടെ കാര്യങ്ങൾ. അവസാനം പെട്ടെന്ന് അപ്പനോട് വീണു. അപ്പൻ്റെ കാര്യങ്ങൾ നോക്കാൻ അമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എന്തും ഉണ്ടാക്കി കൊടുത്താൽ അപ്പന് ഇഷ്ടാവില്ല. അവളെ വിളിക്കാൻ പറയും, അമ്മ ഉണ്ടാക്കി കൊടുക്കണം അപ്പൻ. അപ്പനെ അമ്മ പൊന്നു പോലെ നോക്കിയിട്ടുണ്ട്, അപ്പം മരിക്കണവരെ. എൻ്റെ അമ്മ പലപ്പോഴും ഞങ്ങളോട് പറയും, എനിക്കൊരാഗ്രഹമുള്ളൂ മക്കളെ, ആ മനുഷ്യൻ പോയിട്ട് എന്നെ ദൈവം തമ്പുരാൻ വിളിക്കാൻ പാടില്ല. പക്ഷെ എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ നീ പറഞ്ഞില്ലേ, അത് മനസ്സിലാക്കാനായിട്ട് എനിക്ക് എൻ്റെ അനുഭവങ്ങൾ മതി. മനസ്സിലായി? അതെ, അകത്തോട്ട് പോകുമ്പോ ആ സാധനം കൂടെ എടുത്തുണ്ടോട്ടാ. നീ അതവിടെ വെച്ചുണ്ടോ? ഞാൻ എടുത്തുണ്ടോ എന്നെ കൊല്ലിക്കാനായിട്ട്? എടുത്തുണ്ടോ?